ഹിന്ദു മതത്തിൽ സ്ത്രീകൾക്ക് ലഭിക്കുന്ന ബഹുമാനം ഇസ്ലാം മതത്തിൽ ലഭിക്കുന്നില്ല. മുസ്ലിം യുവതിയും മക്കളും ഹിന്ദു മതം സ്വീകരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉത്തർപ്രദേശിലെ ലളിത്പൂർ ജില്ലയിലാണ് സംഭവം നടന്നത്. ഷെഹനാസ് ബാനോ മക്കളായ അവരുടെ പെൺമക്കളായ മൻഷ, അഫ്രിൻ, ആലിയ, അതുപോലെ തന്നെ മകൻ ജനിത് എന്നിവർ ഹിന്ദു മതം സ്വീകരിച്ചു. ഷെഹനാസ് ബാനോയുടെ പേര് സഞ്ജന എന്ന് മാറ്റുകയും ചെയ്തു. ഒപ്പം അവരുടെ മക്കളുടെ പേരുകളും ഹിന്ദു നാമങ്ങൾ നൽകി സ്വീകരിച്ചു. തനിക്ക് മാന്യമായ ജീവിതം നയിക്കുന്നതിനും സാമൂഹിക സ്വീകാര്യത അതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണിതെന്നും യുവതി പറഞ്ഞു. മതം മാറുന്നതുമായി ബന്ധപ്പെട്ട് സത്യവാങ്മൂലം ജില്ലാ മജിസ്ട്രേറ്റിന് നൽകിയിരുന്നു. മതപരിവർത്തനത്തിന് ശേഷം തനിക്കും കുടുംബത്തിനും പുതുതായ ഒരു ജീവിതവും ആദരവും ലഭിക്കുന്നുണ്ട് എന്നും സഞ്ജന വിശ്വസിക്കുന്നു. ഈ തീരുമാനം സമൂഹത്തിന് മാതൃകയാണ് എന്നും മതം മാറാൻ ഓരോ വ്യക്തിക്കും അവകാശമുണ്ട് എന്നും ഇത് പൂർണ്ണമായും സ്വമേധയാ ഏറ്റെടുത്ത തീരുമാനമാണ് എന്നും അവർ പറയുന്നു. അതേസമയം നിരന്തരം ഹിന്ദു സമൂഹത്തെയും സനാതന ധർമ്മത്തെയും അവഹേളിക്കാനാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ശ്രമിക്കുന്നത്. അതിന്റെ തൽഫലമായിട്ടാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ ഹിന്ദു മതം സ്വീകരിക്കുന്നത്. അത്തരത്തിൽ നിരവധി സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാം മതത്തിൽ സ്ത്രീകൾ ബഹുമാനിക്കപ്പെടുന്നുണ്ടോ? അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് മേൽ ആരെങ്കിലും ഒരു ചെറു വിരലെങ്കിലും അനക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒരു വലിയ ചോദ്യചിഹ്നമായി തന്നെ ഇന്നും നിലനിൽക്കുകയാണ്. എന്നാൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് മറ്റു മതങ്ങൾ സ്വീകരിക്കുന്ന യുവാക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കൂടുതലും സനാതന ധർമ്മത്തിലേക്കാണ് ഇവർ എത്തുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ ഇസ്ലാം മതത്തിലെ അനാചാരങ്ങൾ കണ്ടുമടുത്തുകൊണ്ട് ഒരു മുസ്ലിം യുവതിയും ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് സനാതന ധർമ്മം സ്വീകരിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ റെജീന ബീഗമാണ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് സനാതന ധർമ്മം സ്വീകരിച്ചത്. ആസാമിലെ രംഗിയ സ്വദേശിയാണ് റെജീന ബീഗം. സ്വന്തം മതത്തിലെ ജിഹാദി പ്രവർത്തനങ്ങളിൽ മനം മടുത്താണ് അവർ ഹിന്ദുമതം സ്വീകരിച്ചതെന്ന് പറയുന്നു. റെജീന ബീഗം എന്ന പേര് മാറ്റി അനന്യ എന്നാക്കുകയും ചെയ്തു. അതേപോലെ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു മുസ്ലിം യുവാവ് ഇസ്ലാം മതം ഉപേക്ഷിച്ച് ഹിന്ദു സന്യാസിയായി എന്ന വാർത്തകളും റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രയാഗ്രാജ് സ്വദേശിയായ സലീം അൻസാരിയാണ് പിതാവ് തന്റെ അമ്മയോട് ചെയ്ത ക്രൂരതകളിൽ മനം തൊണ്ട് ഇസ്ലാം മതം ഉപേക്ഷിച്ചത്. ഹിന്ദുക്കൾക്ക് ദയയും അനുകമ്പയും ഉണ്ടെന്നും അതേപോലെ തന്നെ ഹിന്ദു മതത്തിൽ സ്ത്രീകൾക്ക് ബഹുമാനം നൽകുന്നുണ്ടെന്നും അവർ പറയുന്നു. തന്റെ പിതാവിൽ നിന്നും പലപ്പോഴും അമ്മയെ പീഡിപ്പിക്കുന്നത് താൻ കണ്ടിരുന്നുവെന്നും സലീം പറയുന്നു. സലീമിന്റെ മുന്നിൽ വെച്ച് പോലും അച്ഛൻ അമ്മയെ പലതവണ ക്രൂരമായി മർദ്ദിച്ചു. എന്നാൽ ഓരോ തവണയും സമീപത്ത് താമസിക്കുന്ന ഹിന്ദുക്കളാണ് തന്റെ അമ്മയെ പിതാവിൽ നിന്നും ആ പീഡനത്തിൽ നിന്നും രക്ഷിച്ചതെന്നും പറയുന്നു. സലീമിന്റെ അമ്മയെ ഹിന്ദുക്കൾ രക്ഷിച്ചതോടെ പലപ്പോഴും സലീമിന് സനാതന ധർമ്മത്തിലും താല്പര്യം തോന്നി തുടങ്ങി. അങ്ങനെയാണ് തന്റെ പിതാവിന്റെ മരണശേഷം സനാതന ധർമ്മം സ്വീകരിക്കുന്നതെന്നും ആ യുവാവ് പറയുന്നു. സലീം ഏറെ നാളായി സനാതന ധർമ്മത്തിലേക്ക് വരാനുള്ള ശ്രമത്തിലായിരുന്നു. സലീം എന്ന പേര് മാറ്റി ദേവേന്ദ്രദത്ത് ശുക്ല എന്നാക്കി മാറ്റുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ആശ്രമത്തിലാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. അവിടെ അദ്ദേഹത്തിന് ദേവപ്രചാരണത്തിന്റെ ചുമതല ലഭിക്കുകയും ചെയ്തു. ഇതിന് തന്റെ ജീവിതം സന്യാസത്തിന് വേണ്ടിയാണ് ഇനി മുതൽ ഒഴിഞ്ഞു വച്ചിരിക്കുന്നതെന്നും സലീം പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ സനാതന ധർമ്മം എന്നാൽ ശാശ്വതമായ അല്ലെങ്കിൽ സമ്പൂർണമായ കർത്തവ്യങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. എല്ലാ ഹിന്ദുക്കൾക്കും ഒരേപോലെ തന്നെ ബാധകമായ ആചാരങ്ങൾ എന്നാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ ഇതിനെ വിശദീകരിക്കുന്നത്. സനാതന എന്നതിന്റെ അർത്ഥം ശാശ്വതമായതെന്നും ധർമ്മം എന്നാൽ കടമ അല്ലെങ്കിൽ മതപരമായ ഉത്തരവാദിത്തമെന്നുമാണ് അർത്ഥമാക്കുന്നത്. ഹിന്ദു മതത്തിന് ഏകദേശം 6000 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ BC 3000-നും BC 15,000-നും ഇടയിലാണ് ഈ മതത്തിന്റെ ഉത്ഭവമെന്നും ചില പണ്ഡിതന്മാർ പറയുന്നു. അടിസ്ഥാനപരമായി സനാതന ധർമ്മത്തിന്റെ ആധുനിക രൂപമാണ് ഹിന്ദുയിസം. മനുഷ്യരാശിക്ക് അറിയാവുന്നതിൽ ഏറ്റവും പഴക്കമേറിയ ആത്മീയ പാരമ്പര്യമാണിത്. സനാതന ധർമ്മം അനുസരിച്ച് പ്രകൃതിയുടെയും ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടികളും ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിന് കടപ്പെട്ടവരാണ്. ഭൂമിയിലെ ഓരോ ആൾക്കാരുടെയും പെരുമാറ്റത്തെ നയിക്കുന്നതിനും മതപരമായ കടമകൾ നിർണയിക്കുന്നതിനും ചെയ്യുന്ന ധാർമ്മികവും ആത്മീയവുമായ തത്വങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.